ഹേ ഗായ്സ്, ഇന്ന് എൻ്റെ സ്കൂളിലെ 10th ഗെറ്റ് ടുഗദറാണ് കേട്ടോ. ഇന്ന് നമ്മൾ അവിടെ സ്കൂളിൽ ചെന്നപ്പോൾ ഇത്ര ഗ്രാൻഡ് പരിപാടിയാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞ് ഇതൊരു വലിയ ഗ്രാൻഡ് പരിപാടിയായിട്ടാണ് അവർ നടത്തുന്നതെന്നുള്ളത്. എന്തായാലും അവിടെ നമ്മുടെ പഴയ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു. ഇതെൻ്റെ LKG പഠിപ്പിച്ച മിസ്സാണ് കേട്ടോ, ബിന്ദു ടീച്ചർ. അതേപോലെ പല പല മിസ്സുമാരെ കണ്ടു, അവരുമായിട്ട് സംസാരിച്ചു. ഇതെൻ്റെ സോഷ്യൽ പഠിപ്പിച്ച മിസ്സാണ്, ജാൻസമ്മ മിസ്സ്. മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഇവരെയൊക്കെ കാണുമ്പം നമുക്കാണോ പ്രായമായെന്ന് തോന്നും. കാര്യം ഇവരൊക്കെ ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഇവരെയൊക്കെ കുറേ വർഷങ്ങൾ കൂടി കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരു ചെറിയ മീറ്റപ്പാണ് പ്ലാൻ ചെയ്തതെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവർ തന്നെ ഇങ്ങനെ നമുക്കൊരു സർപ്രൈസ് തരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ സെലക്ട് ചെയ്തു. ഇതെൻ്റെ ക്ലാസ്സിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജോസഫാണ്. അവനാണ് ഇത്തവണത്തെ സെക്രട്ടറി ആയിട്ട്, അലുമിനി മീറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട്. അവനും ഇങ്ങനെ മൈക്കൊക്കെ എടുത്ത് സംസാരിക്കുന്നത് ഞാൻ ആദ്യം കാണുക. എന്തായാലും ഒരുപാട് സന്തോഷം അവനിൽ ഈ മാറ്റം കണ്ടതിൽ. നമ്മളെല്ലാവരും കുറേ നാൾക്ക് ശേഷം കണ്ടതുകൊണ്ട് ഒരുപാട് സംസാരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പരിപാടി കഴിഞ്ഞ് പയ്യെ ചായയും കടിയും സൊറപറച്ചിലും ഒക്കെ ആയിട്ട് നൈസായിട്ട് ഓരോ മൂലയ്ക്ക് കൂടി. അപ്പം ഇവർക്ക് ഇനി എന്താ പറയാനുള്ളതെന്ന് ഞാൻ വെറുതെ ഇവരുടെ അടുത്തൊക്കെ ചോദിച്ച്. അങ്ങനെ ഇരിക്കെ ക്ലാസ് ഫോട്ടോയുടെ കാര്യങ്ങളും ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കൂടി. നമ്മൾ 2 ക്ലാസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോകളും ഒക്കെ എടുത്തു. ഇനി ഇവർക്ക് എന്താ പറയാനുള്ളത് 15 ഇവിടുന്ന് പോയതിനെ കുറിച്ച്? ഫോർമലാവുന്നുണ്ടോ? രാഗേന്ദു കമോൺ. ചിലരൊക്കെ ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ബാക്ക് ടു റൂട്ട്സ് ഇതായിരുന്നു ഇന്നതിൻ്റെ ടീമിൻ്റെ പേര്. എന്തായാലും കൊള്ളായിരുന്നു. നമ്മുടെ ക്ലാസ്സിലുള്ളവർക്ക് മാറ്റങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീനിയേഴ്സിനെ കണ്ടു, ജൂനിയേഴ്സിനെ കണ്ടു. ഇത് ഞങ്ങളുടെ ശശികല ടീച്ചർ, ഞങ്ങളെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന മിസ്സാണ് കേട്ടോ. എന്തായാലും അതും ഒരു ഓർമ്മയായിട്ട് തന്നെ നിൽക്കുകയാണ്, ആ ക്ലാസ്സും എല്ലാം. ഇത് എൻ്റെ ക്ലാസ്സിലെ രാജേശ്വരി, അവൾക്കും പറയാനുണ്ടായിരുന്നു കുറേ വിശേഷങ്ങൾ. അതിനുശേഷം നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ പോയി. ഇവിടെയൊക്കെ ഇരുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഓർത്തെടുക്കുമായിരുന്നു. നമ്മുടെ ഫുൾ ക്യാമ്പസ്, ഇതുവഴിയുള്ള ഓടി നടത്തം, അസംബ്ലി, മീറ്റിങ്സ് എല്ലാം നല്ല നല്ല ഓർമ്മകളായിരുന്നു. ഇതെൻ്റെ 10th ക്ലാസ്സാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ട് പോയത് 2015. ഇവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. എൻ്റെ സ്കൂൾ ബസ്സുകൾ, ഞാനിതിൽ നമ്പർ 6 ആയിരുന്നു ബസ്. ആ ബസ്സിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഒരു റൗണ്ട് ഒന്ന് സ്കൂളിൽ ചുറ്റും കറങ്ങി, എല്ലാ ക്ലാസ്സുകളും ഒന്ന് കയറി ഇറങ്ങി. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ സ്റ്റേജിലോട്ട് വരികയാണ്. ഇവിടെ സ്റ്റേജിൽ നിന്ന് അന്ന് സ്റ്റേജിൽ കയറാൻ പേടിയാണെങ്കിലും ഇന്ന് അതൊക്കെ ആലോചിക്കുമ്പം നല്ല തമാശയാണ്. പിന്നെ നമ്മൾ പുറത്ത് പാലാ കിച്ചണിൽ വന്ന് ഫുഡ് കഴിക്കാൻ പോയി. ഇത് നമ്മുടെ ക്ലാസ്സിലുള്ളവർ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് പേര് പോയി. എന്നാലും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നൈസായിട്ടൊരു ഫുഡും കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.